യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിൽ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഇതിനോടകം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എൻട്രൻസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അല്ല, നിങ്ങൾ പബ്ലിക് എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ടോപ്പിക്കിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം മുന്നേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാറില്ല, ഇവിടുന്ന് അധികം ചോദ്യങ്ങൾ വരാറില്ല. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ മാറ്റങ്ങൾ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ മാറ്റം വന്നപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് ഇല്ലാതാക്കി. പക്ഷേ ചില സ്ഥലങ്ങൾ ഇത് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അതായത് സത്യത്തിൽ ഞാൻ മുന്നേ എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ ഭാഗമാണ് ഞാൻ വീഡിയോയിൽ ഇനി അങ്ങോട്ട് ഇടാനായിട്ട് പോകുന്നത്. വോയിസ് ക്വാളിറ്റി ഒരു അല്പം കുറവായിരിക്കും, പക്ഷേ കണ്ടന്റ് സെറ്റാണ്. അപ്പോൾ നിങ്ങളത് കാണണം. വേറൊന്നുമല്ല, എററുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അതുകൊണ്ടാണ് ജസ്റ്റ് പറയാതെ പോകുന്നതെങ്കിലും നമ്മളൊരു ക്വാണ്ടിറ്റി അളക്കുന്ന സമയത്ത് നമ്മൾ എത്ര നല്ല ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാലും നമുക്ക് കറക്റ്റായ ഒരു വാല്യൂ കിട്ടണമെന്ന് ഇല്ല. അവിടെ തെറ്റുകൾ സംഭവിക്കാം, തെറ്റുകൾ വരാം. ആ തെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, കാൽക്കുലേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു ഓർഡറിലങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ആദ്യം ഒരു ക്വാണ്ടിറ്റിയിൽ തെറ്റുണ്ടോ എന്നറിയാൻ നമുക്ക് ആദ്യം വേണ്ടത് ശരിയായ ക്വാണ്ടിറ്റി. ശരിയായ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ മീൻ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മളൊരു ക്വാണ്ടിറ്റി അളക്കും. നമ്മൾ ഒരു തവണ അളന്നു കിട്ടി, നമുക്കത് തെറ്റുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാലും തെറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരത്തില്ലേ, ഇനി ഈ ട്രൂ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും അല്ലേ? ഉപകരണം വെച്ച് അളക്കുമ്പോൾ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഈ ഒരു പെന്നിൻ്റെ ലെങ്ത് എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ സ്കെയിൽ വെച്ചാണ്, ഞാൻ പറഞ്ഞു സ്കെയിൽ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് അളന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? എറർ വരും, ഉറപ്പാണ് എറർ വരും. അപ്പോൾ നിങ്ങൾ ഒരു വെർണിയർ കാലിപ്പർ കുറച്ച് വലുത് കൊണ്ടുവന്ന് അളന്നു എന്ന് വിചാരിക്കുക, അവിടെയും എറർ വരും. പിന്നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കില്ല ട്രൂ വാല്യൂ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത് എന്താണെന്ന്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് മീൻ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മളൊരു ക്വാണ്ടിറ്റി നമ്മൾ അളക്കുന്നു, അളന്നിട്ട് കുറേ തവണ നമ്മൾ എന്ത് ചെയ്യും, അത് മെഷർ ചെയ്ത് നോക്കും. പലതവണ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ വാല്യൂസ് കിട്ടും. അതിൻ്റെ ആവറേജ് എടുത്താൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ട്രൂ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ആ ട്രൂ വാല്യൂ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എറർ കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം തെറ്റ് കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിസൈസ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ആക്യുറസി എത്താനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ആക്യുറസി, എന്താണ് പ്രിസിഷൻ, അത് നമുക്ക് മുന്നേ പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. പക്ഷേ കെമിസ്ട്രി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ അത് പഠിക്കുന്നുണ്ട്. അത് വേറൊന്നുമില്ല, നമ്മൾ അളക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ആക്യുറസി പ്രിസിഷൻ വാക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. സോ അത് വിട്ടേക്ക് നമ്മളിത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളുമാണ് നമ്മളിത് നോക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് പഠിച്ചു വയ്ക്കുക. ആദ്യം നമ്മൾ ട്രൂ വാല്യൂ എന്താണെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും, അതാണ് മീൻ അബ്സല്യൂട്ട് എറർ. അടുത്ത് ഫ്രാക്ഷണൽ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കും, അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കും, അതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ പണ്ടത്തെ ഒരു ക്ലാസ്സാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും, ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസും കുറവായതുകൊണ്ടാണ് പുതിയൊരു ക്ലാസ്സായിട്ട് അത് ഇടാത്തത്, സമയക്കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതുകൂടി കഴിയുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത ചാപ്റ്ററാണ്. വളരെ രസകരമായിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് കാണാം. ഒരു 4 വാല്യൂസ് ആണ് ഇവിടെ വരുന്നത്. മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ, ലാസ്റ്റ് വരുന്ന പെർസെൻറ്റേജ് എറർ. ഇതൊരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മുടെ കുറേ നേരമായിട്ട് നമ്മൾ ട്രൂ വാല്യൂ എന്നൊരു കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ട്രൂ വാല്യൂ? നമുക്ക് എത്രത്തോളം നമ്മൾ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാലും കുറേ തെറ്റുകളൊക്കെ കയറി വരും, അല്ലെങ്കിൽ കിട്ടുന്ന വാല്യൂ അത്രത്തോളം കറക്റ്റ് ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. ട്രൂ വാല്യൂ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് എടുത്തൊന്ന് വിചാരിക്കുക അല്ലെ. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഒബ്സർവേഷൻസ് എടുക്കും. അങ്ങനെ നമ്മൾ എടുക്കുന്ന കുറേ ഒബ്സർവേഷനിൽ നിന്ന് ട്രൂ വാല്യൂ ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനുകളുടെ ആവറേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രൂ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനുകളുടെ ആവറേജ് എന്ന് പറയുമ്പോൾ അല്ലെ, കൂടിയതും കുറഞ്ഞതൊക്കെ കൂടി ചേർന്ന് അതിൻ്റെ ഒരു ന്യൂട്രൽ ആണല്ലോ നമ്മൾ ആവറേജ് എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് എന്ത്, ആവറേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മളെടുത്ത മെഷർമെൻ്റ് ഏത്.
അതിൽ നിന്നും ആവറേജ് എടുത്ത് ട്രൂ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി രണ്ടാമത് വരുന്നത് അബ്സല്യൂട്ട് എറർ. ഇത് ഓരോന്നും വ്യക്തമായിട്ട് പിന്നീട് പറയും, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂവും ഈ ട്രൂ വാല്യൂവിൽ നിന്ന് എത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതാണ് അബ്സല്യൂട്ട് എറർ. അതിൻ്റെ ആവറേജ് എടുത്താൽ മീൻ അബ്സല്യൂട്ട്. ഇനി റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അല്ലെ എത്രത്തോളം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് മറ്റൊരു ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്ത് പറയണം. അതാണ് റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അബ്സല്യൂട്ട് എററിനെ നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് എഴുതുന്നതാണ് എന്ത്, റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ എന്ന് പറയും. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പെർസെൻറ്റേജ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് എറർ നമ്മൾ ശതമാന അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്നത് പെർസെൻറ്റേജ് എറർ. ഓരോന്നും നമുക്ക് നോക്കാം. മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. നമ്മൾ കുറേ ഒബ്സർവേഷൻസ് എടുത്തു. സപ്പോസ് ഞാൻ അതിനെ A1, A2, A3 കുറേ എണ്ണം കൊണ്ട് AN വരെ എടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ പറഞ്ഞ വാല്യൂസിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ബേസിക് ഫോർമുല നമുക്കറിയാം. ആവറേജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എടുക്കുന്ന വാല്യൂസിൻ്റെ ടോട്ടൽ. അത് നമ്മൾ എന്തിനു ഡിവൈഡ് ചെയ്യാണ്, എത്ര ടേംസ് ഉണ്ടെങ്കിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടാവില്ല, നമ്പർ ഓഫ് ടേംസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ആവറേജ്. സോ നമ്മുടെ കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ പറയുകയാണ് എക്സാമ്പിൾ, ഇപ്പോൾ 1.1, 1.3, 1.2, 1.6, 1.2 വീണ്ടും വന്നു. ഇതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ എടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എടുക്കും? മീൻ വാല്യൂ 1.1 പ്ലസ് 1.3 പ്ലസ് 1.2 പ്ലസ് 1.6 പ്ലസ് 1.2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 4, 5 ഡിവൈഡ് ബൈ 5 എടുക്കും അല്ലേ. അപ്പം അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, മീൻ വാല്യൂ. നമ്മളതിനെ A ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ A ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വാല്യൂ. ചില ടെക്സ്റ്റ് ബുക്കിൽ വേറെ നൊട്ടേഷൻസ് യൂസ് ചെയ്യും, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് A ബാർ. അപ്പോൾ A ബാർ എന്ന് വെച്ചാൽ എന്താണ്, കിട്ടുന്ന വാല്യൂസിൻ്റെ ആവറേജ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അബ്സല്യൂട്ട് എറർ? നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, A1, A2, A3, ഇത് ഓരോന്നിനെയും എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രൂ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അതായത് അബ്സല്യൂട്ട് എറർ നമ്മൾ ഡെൽറ്റ A1 എന്നാണ് വിളിക്കുന്നത്. അബ്സല്യൂട്ട് എറർ ഓഫ് A1 എന്ന് വെച്ചാൽ ഡെൽറ്റ A. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ട്രൂ വാല്യൂ ആയിട്ടുള്ള A ബാറിൽ നിന്നും A1 നമ്മൾ കുറയ്ക്കും. ഇനി കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ എന്താവും, പോസിറ്റീവ് ആവും. നെഗറ്റീവും പോസിറ്റീവും നമുക്കിവിടെ ബാധകമല്ല. നമ്മളാ കിട്ടുന്ന വാല്യൂൻ്റെ എന്തെടുക്കും, മോഡുലസ് എടുക്കും. ഇത് ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ രണ്ട് വരയുടെ അർത്ഥം എന്താണ്, മോഡുലസ്. മോഡുലസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിലും അത് എന്തായിട്ട് മാറണം, പോസിറ്റീവായിട്ട് നമ്മളാണ് എടുക്കുന്നത്. അതാണ് മോഡുലസ്. സോ മോഡുലസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. A1 എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും, A ബാർ മൈനസ് A1. ഇനി അപ്പോൾ ഡെൽറ്റ A2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അത് മോഡുലസ് ഓഫ് നമുക്ക് കിട്ടിയ ട്രൂ വാല്യൂ മൈനസ് നമ്മൾ എടുത്ത മെഷേർഡ് വാല്യൂ ആയിട്ടുള്ള A2. ഈ വാല്യൂ എടുക്കുന്നത് ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ടാവുമല്ലോ, അപ് ടു എന്താണ് ഡെൽറ്റ AN വരെ ഉണ്ടാവും. ഇനി ഈ കിട്ടുന്ന വാല്യൂസിൻ്റെയൊക്കെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുത്താൽ കിട്ടുന്നതാണ് എന്ത്, മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, ഡെൽറ്റ A1 നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്, മോഡുലസ് ഓഫ് മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ മൈനസ് A1. അതുപോലെ ഡെൽറ്റ A2 എന്ന് വെച്ചാൽ എന്തായിരിക്കും, മോഡുലസ് ഓഫ് നമ്മളെടുത്ത ട്രൂ വാല്യൂ മൈനസ് A2. ഇങ്ങനെ കിട്ടുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, ഈ എല്ലാ ഉത്തരത്തിൻ്റെയും സം ബൈ നമ്പർ ഓഫ് ടേംസ് എടുത്താൽ കിട്ടുന്നതാണ് എന്ത്, മീൻ അബ്സല്യൂട്ട് എറർ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇനി കിട്ടുന്നത് നെക്സ്റ്റ് വരുന്ന റിലേറ്റീവ് എറർ ആണ്. ഇതൊരു രീതിയാണ്. ഓക്കെ, വാട്ട് ഈസ് റിലേറ്റീവ് എറർ? റേഷ്യോ ഓഫ് ദ മീൻ അബ്സല്യൂട്ട് എറർ, തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്, ടു ദ മീൻ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ഇതിനാണ് റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് എറർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണ്, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന പൊട്ട തെറ്റാണോ അല്ലെങ്കിൽ ചെറിയ തെറ്റാണോ അല്ലെങ്കിൽ എന്താണ് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയാണെന്നൊക്കെ മനസ്സിലാക്കണോ, നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കമ്പാരിസൺ വേണോ അല്ലേ. ആ കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റിലേറ്റീവ് എറർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കിട്ടുന്ന മീൻ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A ബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കിട്ടിയ മീൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. ഇനി ഇതിനോടൊപ്പം ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അതിന് ശതമാനത്തിലോട്ട് നമുക്ക് മാറ്റുന്നു, കുറച്ചുകൂടി നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ച് ഏതൊക്കെയാണ് 4 എണ്ണം. മീൻ വാല്യൂ എന്ന് വെച്ചാൽ കിട്ടുന്ന വാല്യൂസിൻ്റെ ആവറേജ്, അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ ഓരോ വാല്യൂവിനെയും കമ്പയർ ചെയ്യുന്നു, റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കിട്ടിയ ട്രൂ വാല്യൂ ആയിട്ട് അബ്സല്യൂട്ടിനെ നമ്മൾ കമ്പയർ ചെയ്താൽ കിട്ടുന്നത് റിലേറ്റീവ്,
ശതമാനത്തിൽ മാറ്റിയ പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? ഒരു ചോദ്യം നമുക്ക് നോക്കാം. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തിനെ പറ്റി പറയുന്നു? പീരീഡ് ഓഫ് ഓസിലേഷൻ പറയും, ഇനി റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ത് വേണം എടുത്ത് ക്വസ്റ്റിന് തരാം. നമ്മൾ അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചോദ്യം പറയുന്നത് എന്താ? ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഫസ്റ്റ് കിട്ടിയ ഒബ്സർവേഷൻ 2.63, രണ്ടാമത് കിട്ടിയത് 2.56 സെക്കൻഡ്, മൂന്നാമത് കിട്ടിയത് 2.42, അടുത്ത കിട്ടിയത് എത്രയാണ്? 2.71, 2.80. ഇത്രയും ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുക, അതായത് മീൻ വാല്യൂ കണ്ടുപിടിക്കുക, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക, ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം എറർ ലിമിറ്റ് ഉപയോഗിച്ച് എഴുതാൻ പഠിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ എറർ ആണോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം? നമുക്ക് ഇത് നോക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എടുക്കാം. നമ്മൾ എ എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. A1 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 2.63 സെക്കൻഡ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.56 സെക്കൻഡ്. A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.42 സെക്കൻഡ്. A4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.71 സെക്കൻഡ്. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്? 2.80 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ. ഇതാണ് ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? സത്യം ട്രൂ പീരീഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കിട്ടിയ വാല്യൂവിൻ്റെ ആവറേജ് എത്ര? നമ്മുടെ ട്രൂ വാല്യൂ ഇല്ലേ, അത് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്താൽ മതി? ആവറേജ് എടുത്താൽ മതി അല്ലേ? എന്താണ് ട്രൂ വാല്യൂക്കുള്ള ഫോർമുല? A bar is equal to A1 plus A2 plus A3 plus A4 plus A5 the whole divided by 5. എത്രയാണത്? നമുക്ക് ചെയ്ത് നോക്കാം. 2.63 plus 2.56 plus 2.42 plus 2.71 plus 2.80 the whole divided by 5. സോ നമ്മൾ ഇതിൻ്റെ സം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 2.635 നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഇതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ല. 2.62 എന്ന് കിട്ടും നമ്മുടെ ഉത്തരം. എത്ര കിട്ടും? 2.62 ആണ് നമ്മുടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കിട്ടും. ഇനി രണ്ടാമത് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്? മീൻ അബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. എന്തുവാണ്? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം. എന്താണ്? ഓരോ നമ്മളെടുത്ത വാല്യൂസിനെയും നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണം? മീൻ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് അവരുടെ വ്യത്യാസം എടുക്കണം. ഫസ്റ്റ് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം? ഡെൽറ്റ A1 കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ട്രൂ വാല്യൂ ആയിട്ടുള്ള A ബാറിൽ നിന്നും A1 കുറച്ച് അതിൻ്റെ മോഡുലസ് എടുക്കണം. എന്ത് കിട്ടും നമുക്ക്? മോഡുലസ് ഓഫ് A ബാർ എത്ര? 2.62 മൈനസ് 2.63 അതിൻ്റെ മോഡുലസ് എത്രയായിരിക്കും? അത് 0.61 അല്ലെ? എത്ര വരും നമുക്ക് ഉത്തരം? 62 63 ആണ് നടക്കുന്നത്. അപ്പോൾ മൈനസ് ആണ് വരുന്നത് അല്ലേ? മൈനസ് 0.01 വരും. മോഡുലസ് ആയതുകൊണ്ട് തന്നെ അത് പുറത്തിറങ്ങുമ്പോൾ വാല്യൂ എത്രയായിരിക്കും? 0.01 ആണ് നമ്മുടെ ഡെൽറ്റ A1 എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. A1 നമുക്ക് കിട്ടി. അപ്പോൾ ഡെൽറ്റ A2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 0.06 എന്ന് കിട്ടും. അടുത്ത ഡെൽറ്റ A3 നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 0.2 കിട്ടും. ഡെൽറ്റ A4 എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ 0.09 എന്ന് കിട്ടും. 0 ആണ്. ഡെൽറ്റ A5 എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 0.18 എന്ന് എത്ര കിട്ടും? 0.18. സോ അങ്ങനെ നമുക്ക് ഡെൽറ്റ A1 കിട്ടി. കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് എറർ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി മീൻ അബ്സല്യൂട്ട് എറർ എടുക്കാൻ എന്ത് ചെയ്യണം?
മീൻ അബ്സല്യൂട്ട് എറർ എന്താണ്? ഡെൽറ്റ എ ബാർ. എന്തുവാണ്? ഡെൽറ്റ എ ബാർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ A1 ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് ഡെൽറ്റ A4 പ്ലസ് ഡെൽറ്റ A5 ദ ഹോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 5 ചെയ്യണം. നമുക്ക് എത്ര കിട്ടും? അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചെയ്യണം. ഞാൻ ഉത്തരം എഴുതി പോവുകയാണ്. 0.108 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.11 എന്ന്. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. രണ്ടാമത്തതും കിട്ടി. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ടും കിട്ടി, മീൻ അബ്സല്യൂട്ടും കിട്ടി. അടുത്ത എന്തുവാണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഫ്രാക്ഷണൽ എറർ. എന്താണ്? ഫ്രാക്ഷണൽ എറർ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രാക്ഷണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഫ്രാക്ഷണൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എന്തായിരുന്നു? മീൻ അബ്സല്യൂട്ട് എറർ, അതായത് ഡെൽറ്റ എ ബാർ ബൈ നമ്മൾ കണ്ടുപിടിച്ച ട്രൂ വാല്യൂ എ ബാറുമായിട്ട് കമ്പയർ ചെയ്യണം. സോ നമുക്ക് എത്ര കണ്ടുപിടിക്കാം? 0.11 ആണ്. A1 എന്ന് വെച്ചാൽ എത്രയാണത്? 2.62 ആണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 0.04 ആണ്. സോ എത്ര കിട്ടും? 0.04 ആണ് നമ്മുടെ ഫ്രാക്ഷണൽ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ എറർ നമുക്ക് കിട്ടി. എന്താണ് ഫ്രാക്ഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.04 ആണ് ഫ്രാക്ഷണൽ എറർ. നെക്സ്റ്റ് വരുന്നതാണ് പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പാടൊന്നുമില്ല. കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 0 പോകുമ്പോൾ 4% നമ്മുടെ എറർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എന്താണ്? ഇതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 4%. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ചെയ്ത വാല്യൂവിൽ 4%-ഓളം എന്ത് വരാം? എറർ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് നമ്മുടെ എറർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് മെത്തേഡ് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യണം. സോ എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളെടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഓസിലേഷൻ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്, അതിന്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? എ ബാർ ആയിരിക്കും. ഇനി നമ്മുടെ എററുകൾ കാരണം ഈ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ എ ബാർ അഥവാ അബ്സല്യൂട്ട് എററിന്റെ പെർസെൻറ്റേജ് കൂടെ ഒന്നുകൂടാം. മനസ്സിലായില്ലേ? നോക്കിയോ, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 2.62 ഉറപ്പായിട്ടും കിട്ടും. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 0.11ന്റെ വ്യത്യാസം വരാം. ഇങ്ങനെ എഴുതുന്ന രീതിയാണ് നമ്മൾ എറർ ലിമിറ്റ് വെച്ച് എഴുതുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നോക്കി എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കിട്ടിയ ഉത്തരം 2.62. ഇനി എററുകൾ കാരണം അതിന്റെ വാല്യൂ 0.11 കൂടുകയോ കുറയുകയോ ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ. ഇതിപ്പോൾ ഇത് വായിക്കുന്ന ആൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കി എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എറർ ലിമിറ്റ് വെച്ച് എഴുതുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയും. നമുക്ക് അടുത്തലോട്ട് പോവാം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനുകളിൽ ഉണ്ടാകുന്ന എററിനെ പറ്റിയാണ്. തീരുന്നില്ല. നമ്മളെടുത്ത ഒബ്സർവേഷനിലെ എറർ ഉപയോഗിച്ച് നമ്മളൊരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അവിടെയും ഈ പറയുന്ന തെറ്റിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. നമ്മൾ എറർ ഉള്ള ടേമുകളെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? എക്സ്പോണൻറ്റുകൾ വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എററുകൾ എത്രത്തോളം മാറ്റമാണ് വരുത്തുന്നത്, അല്ലെങ്കിൽ എററിന് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കാര്യം. ഏത്? അതായത് നമ്മൾ 2.62 പ്ലസ് ഓർ മൈനസ് 0.11 എന്നാണ് നമ്മൾ കാണിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എടുക്കുന്ന വാല്യൂ 0.11ന്റെ മാറ്റം സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ഈ ഓരോ സാധ്യതകളും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒക്കെ ഉൾപ്പെടുത്തണമല്ലോ, അല്ലെങ്കിൽ എന്ത് പറ്റും? അത് തെറ്റല്ലാതായിട്ട് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് അല്ലാതായിട്ട് മാറും. സോ നമുക്ക് നോക്കാം. എററുകളുള്ള ടേമുകളെ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. എററുകളെ പരസ്പരം എന്ത് ചെയ്താൽ മതി? അങ്ങ് കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? എററുകളുള്ള ടേംസ് വെച്ച് നമ്മൾ അഡീഷൻ ചെയ്യുകയോ സബ്ട്രാക്ഷൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ എററുകളെ ആഡ് ചെയ്യുക. എറേഴ്സ് ആർ ആഡഡ് ഇൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ.
സബ്ട്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. നമ്മൾക്കിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു വാല്യൂ എടുത്തു, അതിൻ്റെ പേര് എ, അതിലുള്ള എറർ ഡെൽറ്റ എ. വേറൊരു വാല്യൂ എടുത്തു ബി, അതിലുള്ള എറർ ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ ഞാൻ എ പ്ലസ് ബി എഴുതുന്നു. എന്തെഴുതുന്നു? എ പ്ലസ് ബി എടുത്തു. ഓക്കെ, ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനാണ്, ലെങ്ത് ആണ്, ബ്രെഡ്ത്ത് ആണ്. ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സോറി എ പ്ലസ് ബി പെരിമീറ്റർ ആണ്. അപ്പോൾ എന്താണ് 2 × a + b വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എയും ഡെൽറ്റ ബി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട, ഡെൽറ്റ എയും ഡെൽറ്റ ബിയും പരസ്പരം കൂട്ടി ഉത്തരത്തിൽ അങ്ങ് എഴുതിയാൽ മതി. നമ്മുടെ എറർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അതായത് നോക്കിയത് ഇവിടെ പറഞ്ഞു കണ്ടോ, എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി എടുത്താൽ നമ്മുടെ ഉത്തരത്തിൽ എന്ത് ചെയ്യണം? എററുകളെ തമ്മിൽ ആഡ് ചെയ്യണം. അതിനിപ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിലും എററിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയാണ് ചെയ്യാൻ. കാരണം നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മൾ ചെയ്യുന്നൊരു തെറ്റ്, ആ തെറ്റ് ഒരു ഇക്വേഷൻ വഴി പോകുമ്പോൾ ആ തെറ്റിന് ഉള്ള ടേമുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ തെറ്റ് എന്ത് ചെയ്യും? കൂടുതലേ ചെയ്യുള്ളൂ, കുറയൂലല്ലോ. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. The side of a rectangular lamina are 8.5 ± 0.2. എന്ന് വെച്ചാൽ എന്താ? 8.5 ഉറപ്പായിട്ട് വരും, ചിലപ്പോൾ 0.2 ഡിഫറൻസ് വരും. അവിടെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5.6 ഉണ്ട്, എന്നാൽ 0.1 വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടെന്ന് ചെയ്താൽ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കും. സോ ഇവിടെ കുറച്ച് ബേസിക് മാത്സ് അറിയണം, പെരിമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. സോ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ ലാമിന എത്രയാണ്? 8.5. ലെങ്ത് എത്ര? 8.5. ഇനി അതിലുള്ള എറർ ഡെൽറ്റ എൽ എത്രയാണ്? 0.2 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് ബി എത്രയാണ്? 5.6 സെന്റിമീറ്റർ. ബ്രെഡ്ത്തിലുള്ള എറർ ഡെൽറ്റ ബി എത്രയാണ്? 0.1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ് അല്ലെ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സോ നമ്മളിൻ്റെ ഉത്തരം എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കും? 2 × L എത്ര? 8.5 പ്ലസ് ബി എത്ര? 5.6. സോ നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 8.5 + 5.6 എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും? 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28.2 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 28.2 സെന്റിമീറ്റർ. ശരി, ഇനി എറർ അപ്പോൾ എന്താണ്? സോ ഡെൽറ്റ പി അഥവാ എന്താണ്? എറർ ഇൻ ദ പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ എറർ ഇൻ ദ പെരിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയിലേക്ക് ആരെ കൊടുത്താൽ മതി? നമ്മുടെ എററുകളെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും, നമ്മുടെ കാര്യം കിട്ടും. അതായത് 2 × ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ ബി. കാരണം എന്താണ്? അഡീഷൻ ആണ് നടക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി? എററുകളെ തമ്മിൽ കൂട്ടിയാൽ മതി. സോ 2 × 0.2 പ്ലസ് 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 0.3. 0.3 × 2 എത്രയാണ്? 0.6 ആണ് നമ്മുടെ എറർ എന്ന് പറയും. സോ നമ്മുടെ ആക്ച്വൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടിയ പെരിമീറ്റർ ആയിട്ടുള്ള 28.2 പ്ലസ് ഓർ മൈനസ് 0.6 ആണെന്ത്? നമ്മുടെ ആക്ച്വൽ പെരിമീറ്റർ വിത്ത് എറർ എന്ന് പറയും. ഓക്കെ, ഇതാണെന്ത്? ആക്ച്വൽ പെരിമീറ്റർ വിത്ത് എറർ എന്ന് പറയും. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അത് 28.2 പ്ലസ് ഓർ മൈനസ് എന്താണ്? നമ്മുടെ 6. ഈ 0 നമുക്ക് ഇപ്പോഴത്തോട്ട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 എടുക്കാം. ഇതാണെന്ത്? നമ്മുടെ വാല്യൂ എന്ന് പറയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിവിഷൻ, നമുക്ക് ഡിഫറൻസ് വരുന്ന കേസ് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് 2 വാല്യൂസ് ഉണ്ട്, L1 ഉണ്ട്, L2 ഉണ്ട്. L1 10.0 പ്ലസ് ഓർ മൈനസ് 0.1, L2 എന്ന് വെച്ചാൽ 9.0 പ്ലസ് ഓർ മൈനസ് 0.1 ആണ്. ഇവരുടെ സമ്മ് കണ്ടുപിടിക്കുക. സമ്മ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ? എന്താണ് സമ്മ് എന്ന് വെച്ചാൽ എന്താണ്? L1 എന്ന് വെച്ചാൽ എന്താണത്? 10.0 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ. L2 എന്ന് വെച്ചാൽ എത്രയാണ്? 9.0 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സം എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. 10.10 ഉം 10 ഉം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മെയിൻ വാല്യൂസിനെ തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്ര? 10 ഉം 9 ഉം 19.0 പ്ലസ് ഓർ മൈനസ് ഡിഫറൻസ് തമ്മിൽ കൂട്ടുക. എത്രയാണത്? 0.2. ഇതാണ് അപ്പോൾ നമ്മുടെ സം എന്ന് പറയുന്നത്. സോ നമ്മൾ മറ്റേ പെരിമീറ്റർ ക്വസ്റ്റ്യൻ എന്താണ്? ഇക്വേഷനകത്ത് 2 മൾട്ടിപ്ലൈ ഉള്ളതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തത്. ഇവിടെ ഇക്വേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ആഡ് ചെയ്യാൻ ഡിഫറൻസ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ.
ഇനി നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, എന്തെടുക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡിഫറൻസ് എടുക്കുകയാണ്. ഡിഫറൻസ് എന്തുവാണ് ഫോർമുല? L1 മൈനസ് L2 എന്ന് വെച്ചാൽ എന്താണ്? 10.0 മൈനസ് 9.0. അതുപോലെ ഈ പറയുന്ന ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫൈനൽ വാല്യൂ ഡെൽറ്റ ഓഫ് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 0.1 പ്ലസ് 0.1. ഇവിടെ എന്ത് ചെയ്തത് ദയവ് ചെയ്താലും 0.1 ഇവിടുത്തെ മൈനസ് കണ്ടുകൊണ്ട് ഇവിടെ മൈനസ് കൊടുത്തു. എററുകൾ കൂട്ടിയാലും കുറച്ചാലും കൂട്ടുക തന്നെ വേണം. സോ നമ്മുടെ വാല്യൂ എത്രയായിരിക്കും? 10 കുറച്ച് 1. അപ്പോൾ 1.0 പ്ലസ് ഓർ മൈനസ് 0.2 ആണ് എന്ത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സം ഡിഫറൻസിൽ വരുന്ന കേസ്. ഇനി വരുന്നത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോഷ്യന്റ് വരുന്ന എക്സാമ്പിൾ ആണ്. സോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോഷ്യന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം വേറെ ഒന്നുമില്ല. രണ്ട് രീതി പറയാം. പേഴ്സൻറ്റേജ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആ പേഴ്സൻറ്റേജുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇനി പേഴ്സൻറ്റേജ് ഇല്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്ന ടേംസുകളുടെ എററിലെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച പോലെ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലുണ്ടായ എറർ ബൈ ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള എ പ്ലസ് ബി എന്ന് പറയുന്ന വാല്യൂവിൽ വന്നിട്ടുള്ള എറർ ബൈ ആക്ച്വൽ വാല്യൂ ബി. ഇത് രണ്ടിൻ്റെയും അഡീഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, നമ്മളെ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ കിട്ടുന്ന ഉത്തരം, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ഇൻ ദ പ്രോഡക്റ്റ് കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ബ്ലോക്ക്. ഒരു റെക്ടാംഗിൾ ബ്ലോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ് റെക്ടാംഗിൾ ബ്ലോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്? 4 പ്ലസ് ഓർ മൈനസ് 0.4 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത് അറിയാം എത്രയാണ്? 4 പ്ലസ് ഓർ മൈനസ് 0.4 മീറ്റർ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 2 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ. കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ആണ്. നമുക്കറിയാം ഏരിയയുടെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മുടെ ഏരിയയുടെ ഫോർമുല എന്ന് പറയും. സോ ഏരിയ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ലെങ്ത് 4 ഇൻറ്റു 2 അഥവാ എത്രയാണ്? 8 ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ഏരിയ ആയിട്ട് വരുന്നത് ആണല്ലോ. അപ്പൊ ഏരിയ കിട്ടി. നമുക്കറിയാം നമ്മുടെ ഫൈനൽ ഉത്തരത്തിനകത്ത് എന്ത് വേണം? ഏരിയ വേണം, പ്ലസ് ഓർ മൈനസ് ഏരിയയിലുണ്ടായ എററും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഏരിയ ഉണ്ടായ എറർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ ഉണ്ടായ എറർ ഞാനിവിടെ ഡെൽറ്റ എ എന്ന് വിളിക്കുകയാണ്. അപ്പൊ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ലെങ്ത്, അതിലുണ്ടാകുന്ന എറർ ആണെന്ത്? ഡെൽറ്റ എൽ. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? 0.4 മീറ്റർ. ബ്രെഡ്ത്ത്, അതിലുണ്ടാകുന്ന എറർ ഡെൽറ്റ ബി, അത് എത്രയാണ്? 0.2. സോ ഏരിയയിലുണ്ടായ എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ എൽ അഥവാ 0.4 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള 4 പ്ലസ് ബ്രെഡ്ത്തിലുണ്ടായ എറർ ആയിട്ടുള്ള 0.2 ഡിവൈഡ് ബൈ ബ്രെഡ്ത്ത് 2. അത് നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ ഏരിയ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? തൊട്ട് മുമ്പത്തെ ഫോർമുല നോക്കി അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? എറർ ഇൻ ദ ഏരിയ ഫസ്റ്റ് ക്വാണ്ടിറ്റി ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി, എറർ ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എറർ ഓഫ് ദ റിസൾട്ട് ആണ്. അപ്പോൾ ആ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. സോ 0.4 ബൈ 4 എത്രയാണ് വെട്ടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്? 0.1 പ്ലസ് ഇവിടെയും 0.1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1 പ്ലസ് 0.1 ഇൻറ്റു 0.1 പ്ലസ് 0.1 0.2 ഇൻറ്റു 8. 8 2 16 1.6 മീറ്റർ സ്ക്വയർ എന്ന് വരും നമ്മുടെ എറർ. സോ നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കിട്ടിയ എറർ ഇല്ലാത്ത വാല്യൂകളുടെ അളവ് എത്രയാണത്? ഫൈനൽ വാല്യൂ എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും? ഏരിയ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 പ്ലസ് ഓർ മൈനസ് 1.6 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പെർസെൻറ്റേജ് പറഞ്ഞാൽ കേസ് അല്ലെ, പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും പെർസെൻറ്റേജ് എറർ എന്ന് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജുകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കിട്ടിയ ഫോർമുല ഇല്ലേ, ഡെൽറ്റ എ ബൈ എ, അതിനോട് 100 മൾട്ടിപ്ലൈ ചെയ്യുക, ഡെൽറ്റ ബി ബൈ ബി 100 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പരസ്പരം ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പിടിച്ചു.
ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് വോൾട്ടേജ്. ഒരു വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, വോൾട്ടേജിന്റെ പെർസെൻറ്റേജ് എറർ ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 5%. ഓക്കെ, പെർസെൻറ്റേജ് എറർ ഇൻ കറണ്ട് എന്ന് പറയുന്നത് 2%. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ പെർസെൻറ്റേജ് എറർ എന്താണ്? നമുക്കറിയാം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? V/I ആണ്. അപ്പോൾ V/I ആണ് നമ്മുടെ എന്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ വിയും ഐയും ഒന്നും തന്നിട്ടില്ല, ഇതിൻ്റെ എററിൻ്റെ ശതമാനം തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ശതമാനത്തിൽ എറർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ എററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർസെൻറ്റേജ് എറർ ഇൻ വോൾട്ടേജ് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ കറണ്ട്. അതായത് എത്ര? 5% പ്ലസ് 2% = 7% ഇവിടുത്തെ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി പവറിൻ്റെ കേസ് നോക്കാം. പവറിൻ്റെ ഫോർമുല എന്താ? P = V/I. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പെർസെൻറ്റേജ് എറർ ഇൻ വോൾട്ടേജ് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ പവർ ഇൻ കറണ്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര? 5 + 2 = 7% തന്നെയാണ് പവറിലെയും റെസിസ്റ്റൻസിലെയും പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് എറർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതിൽ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ടെങ്കിൽ, സാധാ എറർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ΔA-യും ΔX ഒക്കെ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജിലാണ് വന്നതെങ്കിൽ ഒന്നും ചെയ്യണ്ട, കാരണം പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നോക്കാം, ഈ ΔA/A ΔB/B, ഇതിൽ ΔA/Aയും ΔB/Vയും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ഈ ഫോർമുല ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കണം. ΔA/A ΔB/B, ഇതിൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പരസ്പരം അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം പോരെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ ലാസ്റ്റ് പവർ ഇൻ എക്സ്പോണൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എററിന് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയും 90% ക്വസ്റ്റ്യനിലും പെർസെൻറ്റേജ് തന്നിട്ട് കണ്ടുപിടിക്കാനേ ചോദിക്കുള്ളൂ. അപ്പം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ പെർസെൻറ്റേജുകളെ കൂട്ടി ഉത്തരം എഴുതി വെച്ചാൽ മതിയാവും. ഇനി ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു ഫോർമുല ഉണ്ട്, അതിൻ്റെ പേര് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ പവർ A⁻P × B⁻Q / C⁻R ആണെങ്കിൽ ഈ എക്സ് എന്ന വാല്യൂവിൽ ഉണ്ടാകുന്ന എറർ ΔX എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ A⁻P B⁻Q, ഇവിടെ ഈ P എന്ത് ചെയ്യും? മുകളിൽ വരും. അതായത് P × നേരത്തെ പോലെ ΔA/A പ്ലസ് ഇവിടുത്തെ Q പുറത്ത് വരും, Q × ΔB/B പ്ലസ് കോഷ്യൻ്റ്. അപ്പോൾ ഇവിടെ ഡിവിഷനാണ് കിടക്കുന്നതെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒരേ ഫോർമുലയാണ്. അപ്പോൾ എന്താണ്? R മുകളിൽ വരും, മുമ്പിൽ വരും. R × ΔC/C എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ΔX/X കിട്ടും. ഈ എക്സ് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ΔXന്റെ ഫോർമുല എങ്ങനെ എടുക്കാം? P × ΔA/A പ്ലസ് Q × ΔB/B പ്ലസ് R × ΔC/C ദ ഹോൾ × X എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട് P, അത് 4 വേരിയബിൾ ഉണ്ട് A, B, C, D. ഇക്വേഷൻ എന്ന് വെച്ചാൽ P = A⁻B²/√C × D ആണ്. സോ ഇതിനകത്തുള്ള പെർസെൻറ്റേജ് എറർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? പെർസെൻറ്റേജ് എറർ ഇൻ P എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്താണ്? A ആണ്. എയുടെ പവർ 3 ആണ്. അപ്പോൾ 3 × അതിൻ്റെ പെർസെൻറ്റേജ് എറർ എത്രയാണത്? 1% പ്ലസ് B അതിൻ്റെ പവർ എത്ര? 2. അപ്പോൾ പവർ ആദ്യം വരും. 2 × ബിയുടെ ശതമാനം എത്രയാണ്? 3% പ്ലസ് സിയുടെ പവർ റൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? √C എന്ന് വെച്ചാൽ C⁻1/2 ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ആ പവർ ആദ്യം വരും 1/2 × 4% പ്ലസ് ഡി എന്ന് വെച്ചാൽ എത്രയാണ്? ഡിക്ക് പവർ ഒന്നുമില്ല, വെറും ഡി തന്നെയാണ്. അപ്പോൾ എത്രയാണ്? ജസ്റ്റ് പ്ലസ് എത്രയാണ്? 2% കൊടുത്താൽ മതി. അപ്പോൾ 3 + 6 + 2 + 2 എത്ര കിട്ടും? 3 10 13 അല്ലേ? അപ്പോൾ എത്രയാണ്? 13% ആണ് ഇവിടുത്തെ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 13% ആണ് നമ്മുടെ ഇവിടുത്തെ എറർ എന്ന് പറയുന്നത്. സോ
ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് എററുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.